2013 ഇയോൺ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും 1,40,000 രൂപയ്ക്ക് ഇയോൺ ഇറാ പ്ലസ്. കമന്റ് ചെയ്തോളി, വേറെ എവിടെയെങ്കിലും ഈ റേറ്റിൽ കിട്ടുമോ? 20,000 രൂപ കൊടുക്കാം. അതിനെന്താ പറയോ, ഞാൻ പൊളിച്ചാൻ കൊടുത്താൽ എനിക്ക് 20,000 കിട്ടും. AC വാഹനമാണ്. 1,000 രൂപ കുറച്ച് കൊടുക്കാം. 19,000 രൂപ. 3,60,000 രൂപയ്ക്ക് 2014 മോഡല് ഹോണ്ട സിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. കാരണം ഇന്ന് നമ്മളൊരു പുതിയൊരു ഷോറൂം പരിചയപ്പെടുത്താൻ പോവാണ്. മാക്സിമം ബഡ്ജറ്റ് കാറുകൾ, ചെറിയൊരു പൈസക്ക് നല്ലൊരു കാർ സ്വന്തമാക്കണോ, നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ സെന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും 30,000 രൂപയ്ക്ക്. അതുപോലെ തന്നെ ഈ ഒരു 800 നിങ്ങൾക്ക് തരാൻ പോകുന്നത് 25,000 രൂപയ്ക്ക്. 2009 ആൾട്ടോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 90,000 രൂപയ്ക്ക്. ഈ ഡാറ്റ്സന്റെ ഗോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 2015 മോഡൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 1,40,000 രൂപയ്ക്ക്. 2013 ഇയോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തരാൻ പോകുന്നത് 1,40,000 രൂപയ്ക്ക്. ആൾട്ടോ 800 2015 2016 മോഡൽ തരാൻ പോകുന്നത് വെറും 2 ലക്ഷം രൂപയ്ക്ക്. നിങ്ങൾ ഇനോവ നോക്കുന്നുണ്ടോ? ഇനോവ നോക്കുകയാണെങ്കിൽ 2009 ഇനോവ നിങ്ങൾക്ക് തരാൻ പോകുന്നത് 3.5 ലക്ഷം രൂപയ്ക്ക്. കഴിഞ്ഞിട്ടില്ല. എർട്ടിക വമ്പ ഓഫറാണ് വരുന്നത്. ഇനി എർട്ടികന്റെ പ്രൈസ് അല്ല അറിയാനുള്ളത്. അതിന്റെ മുമ്പ് നമ്മൾ റിയാസ് ഭായി പരിചയപ്പെടുത്തി തരാം. റിയാസ് ഭായി, നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഓഫറിൽ വന്നത്. ഓഫർ നല്ല ഓഫർ തരും, ഗംഭീര ഓഫർ തരും. എർട്ടിക വമ്പ ഓഫറാണ്. അതേപോലെ തന്നെ സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് നല്ല ഓഫറിലുണ്ട്. ഹോണ്ട സിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്ര? ഹോണ്ട സിറ്റി 2014 360 നിങ്ങൾക്ക് 2014 തരാൻ പോകുന്നത് ഡീസൽ വണ്ടി. ടൊയോട്ടന്റെ എത്തിയോസ് ഒക്കെ ഇതാ. ഈ യാരിസ് അല്ല, ഇത് സണ്ണിക്കുട്ടൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും റീപ്ലേസ്മെന്റ് അപാകത കാര്യങ്ങൾ ഒന്നുമില്ലാത്ത വണ്ടി 2.5 ലക്ഷം രൂപയ്ക്ക് സണ്ണിക്കുട്ടൻ തരാൻ പോകുന്നത്. കറക്റ്റ് സ്പോട്ട് വരുന്നത് മഞ്ചേരിയുടെയും മലപ്പുറത്തിന്റെയും ഹൃദയഭാഗം ആനക്കയം എന്ന് പറയും. ആനക്കയം ടൗണിൽ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ട് ചാരിയുള്ളതാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. മഞ്ചേരിയിൽ നിന്ന് 7 കിലോമീറ്ററും മലപ്പുറത്ത് നിന്ന് 7 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്ന് 3 കിലോമീറ്റർ. അതെ. പിന്നെ വീഡിയോയിൽ നിങ്ങൾ ഒരു കമന്റ് കൂടി ചെയ്യണം. വില കുറവാണെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഏത് ജില്ലക്കാരാണ്, എവിടുന്നൊക്കെ ഈ വീഡിയോ, മലപ്പുറത്തിന്റെ പവറും അതുപോലെ തന്നെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള പവർ എന്താണെന്ന് ഈ കമന്റ് ബോക്സ് നിങ്ങൾ എന്തായാലും കാണിക്കണം. ഓഫർ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയണം. നമ്മൾ തുടങ്ങാൻ പോവാണ്. റിയാസ് ഭായി, വീഡിയോ തുടങ്ങല്ലേ? ബസ് തന്നെ നമുക്ക് ആ ജെന്നാണ് തുടങ്ങാം. നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് ബസ് തന്നെ ജെന്നാണ് തുടങ്ങാം. KL13 ആണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് വരുന്നത് 2000 മോഡൽ വണ്ടി. 2000 മോഡൽ ജെന്ന. ഒന്ന് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി വണ്ടിയാണ്. നമുക്ക് ചെറിയ പൈസ കൊടുക്കുന്നത്. ഇത് എത്ര? 1 വർഷം പേപ്പർ ഉണ്ട്. 1 വർഷം പേപ്പർ ബാക്കി നിൽക്കുന്നുണ്ട്. അതെ അതെ. നമ്മൾ പുതിയ ഇൻഷുറൻസും ചെയ്ത് കൊടുക്കും. പുതിയ ഇൻഷുറൻസ് നമ്മൾ ചെയ്ത് കൊടുക്കും. ലാസ്റ്റ് ചോദിക്കുന്ന പ്രൈസ് എത്ര? ലാസ്റ്റ് നമുക്കൊരു ഏറ്റവും കുറച്ചിട്ട് നമ്മൾ പറയും റേറ്റ്. അത് ഫൈനൽ റേറ്റ് കേട്ടോ. നമുക്ക് 30,000 രൂപ കൊടുക്കാം. 2000 മോഡൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും 30,000 രൂപ കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഒരു ആൾട്ടോ വരുന്നുണ്ട്. ആൾട്ടോ നമ്മളുടെ വരുന്നത് 2009. ഏത് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ വരുന്നത് LXI. പവർ സ്റ്റിയറിംഗ്, AC, സെൻട്രൽ ലോക്കും വരുന്നുണ്ട്. ഇതിന് സെൻട്രൽ ലോക്കും വരുന്നുണ്ട്. ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 110. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് നമുക്കത് ഫൈനൽ പ്രൈസ് 90,000 രൂപ കൊടുക്കാം. 2009 ആൾട്ടോ 90,000 രൂപ കൊടുക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഞാൻ 800 വരുന്നുണ്ട്. ഓഫർ പ്രൈസിൽ കൊടുക്കാം നമുക്കത്. 2004 AC വണ്ടി. 2004 AC. എത്ര പേപ്പർ ഉണ്ട്? നിങ്ങൾ പറഞ്ഞോളൂ, റേറ്റ് പറഞ്ഞു നിങ്ങൾ. അല്ല, എത്ര പേപ്പർ ഉണ്ട്? പേപ്പർ നമുക്ക് ഈ വർഷം അവസാനം വരെ ഉണ്ട്. 10-ാം മാസം വരെ പേപ്പർ. ഈ വർഷം അവസാനം വരെ. അതായത് റിന്യൂവൽ ഇനിയും ടൈം ഉണ്ട്. ഓക്കെ. അങ്ങനാണെങ്കിൽ നിങ്ങളൊരു 28 ഞാൻ ഇനി കുറച്ച് കൊടുക്കും. 25,000 രൂപ കൊടുക്കും. 25,000 നിങ്ങൾ പറഞ്ഞ റേറ്റിലേറെ ദാത്യം നമ്മൾ കൊടുക്കും. ഓക്കെ. 25,000 രൂപയ്ക്ക് 2004 ഈ ഒരു വർഷം ലാസ്റ്റ് വരെ പേപ്പർ ലൈറ്റ് ഉണ്ടോ? അതായത് AC ഉള്ള വണ്ടി. 2004 മോഡൽ ഉണ്ട്. ഓക്കെ. വണ്ടി പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഇനി അതേപോലെ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് പോയാലോ? ഒരു ഇയോണൊക്കെ അവിടെ തുടച്ചോണ്ട് നമുക്ക് പോയോ? അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഒരു ഇയോൺ ആണ് വരുന്നത്. ഇയോൺ ഏതാ മോഡൽ വരുന്നത്? 2013 ഇറാ പ്ലസ്. 2013 ഇറാ പ്ലസ്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ വരുന്നത് 1 ലക്ഷമാണ് നോക്കണം. 1 ലക്ഷം. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കും ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമ്മൾ പറഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, നല്ല ക്വാളിറ്റി വണ്ടി, ചെറിയൊരു പെയിന്റ് ടച്ചപ്പ് ഉണ്ട്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. 1,40,000 രൂപ കൊടുക്കാം. 2013 ഇയോൺ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും 1,40,000 രൂപയ്ക്ക് ഇയോൺ ഇറാ പ്ലസ്. കമന്റ് ചെയ്തോളി, വേറെ എവിടെയെങ്കിലും ഈ റേറ്റിൽ കിട്ടുമോ? ഇറാ പ്ലസ് ആണ് വണ്ടി. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്തോളി, ഈ ഒരു ചെറിയൊരു പൈസക്ക് വേറെ ഒന്നും കിട്ടുമെന്ന്. ഞാൻ അതേപോലെ തന്നെ ഹോണ്ട അമേസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. വണ്ടി ഞാനിപ്പോ ഓടിച്ചു വന്നതാണ്. വെള്ളാമ്പ്രം ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു വന്നതാണ് വണ്ടിയാണ്. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2019 ഓട്ടോമാറ്റിക്, ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ വരുന്ന അലോയ് വീലോട് കൂടിയിട്ട് വരുന്ന വണ്ടി. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്.
കിലോമീറ്റർ ആകെ 60 സംതിങ് ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹോണ്ട അമേസ് ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ബെനിഫിറ്റ് ആയിരിക്കും. പ്രൈസ് വരുന്നത് പ്രൈസ് ഏകദേശം നിങ്ങളൊന്ന് ഊഹിച്ച് പറഞ്ഞു. നിങ്ങൾ ഒരുപാട് ഞാൻ ഊഹിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കുറഞ്ഞു പോകും. ഞാൻ റേറ്റ് പറഞ്ഞോളൂ. 2019 അമേസ് 5,50,000 രൂപ കൊടുക്കാം. 5,50,000. 2019 ഓട്ടോമാറ്റിക് വണ്ടി. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 6 ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാം. മറ്റേ വീഡിയോയിൽ പറയണ്ടല്ലോ 50,000 രൂപ അങ്ങോട്ട് തരുന്നത് അതേ പരിപാടി. നഷ്ടമായിരിക്കും കേട്ടോ. അതൊന്നും വേണ്ട, ഫുൾ ലോൺ നിങ്ങൾ ചെയ്തോളൂ. ഞാൻ അതേപോലെ തന്നെ ഒരു ആൾട്ടോ വരുന്നുണ്ട്. ആൾട്ടോ ഏതാ മോഡൽ വരുന്നത്? ആൾട്ടോ 2009. 2009 ആൾട്ടോ. അതെ, സോറി 2011. 2011 ആൾട്ടോ. ഓണർഷിപ്പ് LXI. ഓണർഷിപ്പ് 3rd. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000. റീപ്ലേസ് വരുന്നുണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്ത്യയിലാണ് വരുന്നത്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്കിത് 1,25,000 രൂപ കൊടുക്കാം. 1,25,000. അതെ. എത്ര ലോൺ കയറും? ലോൺ നമുക്കൊരു 90 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ചെറിയ രീതിയിൽ. ഞാൻ ചോദിക്കാൻ കാരണം എന്താ പറയുക, ഇത്രക്കും വണ്ടിന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഇതിൽ ഞാൻ തന്നെ ചോദിച്ചു. അതാണ് പ്രശ്നം. നമുക്ക് ലിറ്റിൽ ബിറ്റ് ചെയ്യാം. നിങ്ങൾ ചോദിച്ചതല്ലേ, ലിറ്റിൽ ബിറ്റ് ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു കാറ്. ആ കാർ നിങ്ങൾ കാണണേ. വാ, ഇങ്ങോട്ട് വാ, ബാക്കോട്ട് വാ. ഞാനില്ലേ ഈ ഒരു കാറിന്റെ ബാക്കിൽ ഇവിടെ വന്ന മുതൽ ഇങ്ങനെ ഒരൊറ്റ നിർത്തം നിൽക്കുന്നുണ്ട്. ഈ ടൊയോട്ടന്റെ ഈ ഒരു ചിഹ്നം കാണുന്നുണ്ട്, ഈ കാറും കാണുന്നുണ്ട്. ഒരുപാട് നേരം ചിന്തിക്കുന്നുണ്ട് ഏതാ കാറെന്ന്. നിങ്ങൾക്ക് മനസ്സിലായി ഏതാ കാറെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഫ്രണ്ടിലേക്കൊന്ന് പോയി നോക്കി. ലാഡ്സന്റെ ഗോ ആണ് നമ്മളെ പറ്റിച്ചത്. ബാക്കിലുള്ള ആ ടൊയോട്ടന്റെ ചിഹ്നമാണ് പറ്റിച്ചത്. അത് ടൊയോട്ട ലീവ ന്യൂ മോഡൽ ഡ്യുവൽ ടോൺ ചെയ്ത വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2015 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ ആകെ 63,000 ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗമൊക്കെ ഓക്കെ. ഹിസ്റ്ററി അവൈലബിൾ ആകും. പക്ഷേ കമ്പനി നിർത്തി പോയിക്കണം. അത് ചിലപ്പോൾ നമ്മൾ ഇനി അവിടെ പോകേണ്ടി വരും. അതർ കൺട്രി പോകേണ്ടി വരും. പ്രൈസ് നമുക്കത് മാക്സിമം താത്തി ഞാൻ റേറ്റ് പറയാം. മറ്റേ പറഞ്ഞ പോലെ ഈ വണ്ടി ഞാൻ 30,000 രൂപ കൊടുക്കും അറിയില്ല. പക്ഷെ ഞാൻ കൊടുക്കില്ല, ഫിനാൻഷ്യൽ ചിലപ്പോൾ കൊടുക്കും. 1,40,000 രൂപ കൊടുക്കാം. 1,40,000 2015 ഡാറ്റ്സന്റെ ഗോ കൊടുക്കാം നമുക്ക്. 2015 ഡാറ്റ്സന്റെ ഗോ നിങ്ങൾ തരാൻ പോകുന്നത് വെറും 1,40,000 രൂപ. ലോൺ കയറും. ലോൺ 1.25 ലോൺ ഫുൾ ലോണാണ് ചെയ്തെടുക്കും. കൂടുതലൊന്നും കിട്ടൂല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന സ്വിഫ്റ്റ് ആണ് വരുന്നത്. സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? സ്വിഫ്റ്റ് ഇത് 2015 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡീസൽ ആണോ പെട്രോൾ? ഡീസൽ വീഡിയോ ആണ് വരുന്നത്. 2015 ടയർ നമ്മൾ ചെയ്തതാണ്. കിലോമീറ്റർ 1,10,000. കമ്പനി സർവീസ് ഏറ്റവും സെറ്റ് കമ്പനിയിൽ ഇതിന്റെ ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ കമ്പനിയിൽ നിന്ന് അതിന്റെ ബോണറ്റ് മാറിയിട്ടുണ്ട്. പ്രൈസ് നമുക്കത് 3,60,000 രൂപ. 3,60,000 2015 ഡീസലാണ്. വരുന്നത്. 3,60,000. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 4 ലക്ഷം വരെ ലോൺ കയറും. പക്ഷെ ലോൺ ഒരു കാര്യം ഇങ്ങനെ ചോദിക്കൊണ്ടല്ലോ നിങ്ങള്. പക്ഷെ നമ്മൾ ലോൺ ചെയ്യുന്നില്ല. നമ്മൾ അതിന്റെ സൗകര്യം ചെയ്ത് കൊടുക്കും. നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 3,60,000 2015 സ്വിഫ്റ്റ് ഡീസൽ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ആൾട്ടോ 800 വരുന്നുണ്ട്. LXI ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2015 മോഡല്. 2016 രജിസ്ട്രേഷൻ ചെയ്ത 16 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,03,000 സംതിങ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. പ്രൈസ് നമുക്കിത് ലാസ്റ്റ് ആയിട്ട് നമുക്ക് 15-16 ആണ്. അതെ, 15-16 ആണ്. കൂടുതൽ പറയില്ല. റേറ്റിംഗ് പറഞ്ഞോളി. റേറ്റിംഗ് പറഞ്ഞോളി. ഞാൻ പറഞ്ഞാൽ കുറഞ്ഞു ഇല്ല, നിങ്ങളൊരു മാന്യമായ റേറ്റ് പറയും. 1,85. അത് കിട്ടുമോ? 2013 എന്നാലും ഒരു പരിഗണന വേണ്ടേ? 15-16 ആണ്. 2,10,000 ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ 1,85 പറഞ്ഞിട്ട് 10 കൂടി ഞാൻ കുറച്ച് 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് 2015-2016. അതെ, ഇങ്ങനെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞ് വന്നോൾക്ക് ഞാൻ കൊടുക്കും. ഇല്ലാത്തവർക്ക് 2,10. സത്യം പറഞ്ഞാൽ ഞാൻ റേറ്റ് താത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ 2 ലക്ഷം രൂപ മാന്യമായ റേറ്റ് ആട്ടോ. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു S-Star ആണ് വരുന്നത്. അതെ, ഓട്ടോമാറ്റിക് ആണ്. ഒരു ലേഡിക്ക് ഒരു ഹസ്ബൻഡിന് ഒരു ഭാര്യക്ക് ഒരു വണ്ടി എടുത്ത് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിലേ ഒരു ചെറിയ പൈസന്റെ ഒരു ഓട്ടോമാറ്റിക് വാഹനം. അതെ, 4 പവർ വിൻഡോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് എല്ലാ ഓപ്ഷനും വരുന്നത്. 2011 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്ററോ?
കിലോമീറ്റർ 1,10,10,000. റീപ്ലേസ്മെന്റ് അപാകത കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രൈസ് ഓട്ടോമാറ്റിക്കിന്റെ റേറ്റ് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയാൻ കഴിയില്ല. ഞാൻ പറയാം, നമുക്കിത് 2,35,000 രൂപക്ക് ചെയ്യാം. 2,35,000 രൂപക്ക് ചെയ്യാം. 2,35,000 അവര് കമന്റ് ചെയ്യട്ടെ ഇതിലെ കുറച്ചുകൂടെ കിട്ടുമെന്ന്. ആ റേറ്റിൽ നമ്മൾ കൊടുക്കും. 2,35,000 എത്ര ലോൺ കയറും? ലോണ് നമുക്കൊരു 2 ലക്ഷം വരെ ലോൺ കയറും. ഒരു 35,000 ഒരു ഓട്ടോമാറ്റിക് A-Star 2011 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിങ്ങൾ സ്വന്തമാക്കാം. ലോൺ അവർ അന്വേഷിച്ചിട്ട് വരിക, നമ്മൾ ചെയ്യണില്ല, നമ്മൾ സംവിധാനം ചെയ്ത് കൊടുക്കും. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ആൾട്ടോ 800 ആണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2016 മോഡലും രജിസ്ട്രേഷനും 2016 സെക്കൻഡ് ഫേസ് ചെയ്ത വണ്ടിയാണ്. അതായത് അങ്ങനെ സെക്കൻഡ് ജനറേഷനിൽ വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ വരുന്നത് 1,08,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അവൈലബിൾ ആണ്. പ്രൈസ് നമുക്ക് വരുന്നത് 2,20,000. 2016 മോഡൽ. 2016 മാക്സിമം ലോൺ അത് ഫുൾ ലോൺ കയറും. ലോണിന്റെ കേസും കൊണ്ട് പറഞ്ഞല്ലോ. നെക്സ്റ്റ് വരുന്ന ടൊയോട്ടന്റെ എത്തിയോസ് അല്ലേ? എത്തിയോസ് ലീവ് ആണ് വരുന്നത്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ ആണ്. SP ആണ്. എയർ ബാഗ് വരുന്നത്, സെൻട്രൽ ലോക്ക് വരുന്നത്. പക്ക കേരള വണ്ടിയാണല്ലോ. അല്ല, റീ രജിസ്ട്രേഷൻ വണ്ടി ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ്. കിലോമീറ്റർ വരുന്നത് 1,50,000. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. പ്രൈസ് നമുക്ക് അലോയ് വീൽ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, 4 പവർ വിൻഡോ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. എല്ലാ ഓപ്ഷനോടും കൂടിയിട്ടുള്ള വാഹനം. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്ത് പ്ലാറ്റിന ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടും ബാക്ക് പ്ലാറ്റിന ന്യൂ മോഡൽ ആക്കിയ വാഹനം. നിങ്ങൾക്ക് റേറ്റ് പറയാൻ കഴിയോ? 2011 നഷ്ടമായിരിക്കും. ഞാൻ ഏറ്റവും കുറച്ചിട്ട് റേറ്റ് പറയട്ടെ, 2,60,000 രൂപ. 2,60,000. അതെ, ചെറിയൊരു നെഗോഷ്യബിൾ ഉണ്ട് ഇതിമേ. അത് നെഗോഷ്യബിൾ പറഞ്ഞാൽ ചെറിയ ഓല് വരും, വരുമ്പോൾ ചെറിയ പെയിന്റ് അടച്ചപ്പ് ഉണ്ടല്ലോ എന്ന് പറയും. ആ റേറ്റ് നമ്മൾ കമ്മിയാക്കി കൊടുക്കും. ആ റേറ്റ് എത്ര ലോൺ കയറും? ലോണിന്റെ പറഞ്ഞ നിങ്ങളോട് 2 ലക്ഷമൊക്കെ കയറേണ്ടതാണ്. ഒരു 60,000 ഒരു 50,000 വണ്ടി നമ്മൾ കൊടുക്കും. നെക്സ്റ്റ് വരുന്നത് നിസാന്റെ സണ്ണിക്കുട്ടനാണ് വരുന്നത്. സണ്ണിക്കുട്ടൻ ഒരു ബ്ലാക്ക് കളർ. ഏതാ മോഡൽ വരുന്നത്? 2012 ഡിസംബർ വണ്ടി. 2012 ഡിസംബർ. ഒറിജിനൽ കേരള. പെട്രോളോ? ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ 1,10. റീപ്ലേസ്മെന്റ് അപാകത കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററിനെ കുറിച്ച് അറിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രൈസ് നമുക്ക് 2,50,000 രൂപ പുതിയ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കും. 2,50,000 പുതിയ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കും. വരുന്നുണ്ട്. എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. 2.5 ലക്ഷം രൂപ അല്ലേ? 2 ലക്ഷം രൂപ മാന്യമായ പ്രൈസ്. അതെ, ഒരു ബൈക്ക് കൊണ്ടെടുക്കണ എണ്ണ ഉണ്ട്, നമുക്ക് ആ ക്യാഷിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാർ കൊണ്ടുവരാം. മൈലേജ് ഉള്ള വാഹനമാണ്. കറക്റ്റ് എത്ര മൈലേജ് കിട്ടും? മൈലേജ് 20ന്റെ മുകളിൽ ഷുവർ. എന്തായാലും മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഓഫർ ഉണ്ടോ ഇവിടെ? അല്ല, ഞാൻ വെറുതെ പറയാണോ ഓഫർ ഉണ്ടോ? കമന്റ് ചെയ്യ്. ഇനി അതേപോലെ തന്നെ ഏത് ജില്ലക്കാരാണ് ഈ ഒരു വീഡിയോ കാണുന്നത് കറക്റ്റ് പറയാം കേട്ടോ. കാരണം ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു ഇനോവ ആണ് വരുന്നത്. ചെറിയ പൈസക്ക് നല്ലൊരു അടിപൊളി ഇനോവ അല്ലേ? 7 സീറ്റ് വാഹനം. 7 സീറ്റർ വണ്ടി. ഏതാ മോഡൽ വരുന്നത്? മോഡൽ വരുന്നത് 2009. അതെ, പുതിയ ഇൻഷുറൻസ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് ലോക്ക് ആണല്ലോ വരുന്നത്. ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2009 വാഹനം. 2009. കേരളാണോ റീ ആണോ? റീ രജിസ്ട്രേഷൻ ആണ്. 5 വർഷമായിട്ട് ഇവിടെ കേരളത്തിൽ റീ ആയ വണ്ടിയാണ്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഇത് തേർഡ് ഓണർഷിപ്പ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സൺറൈസ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. G4 ആണ്. ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്റർ 1,68. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നില്ല. ലാസ്റ്റ് നമുക്ക് ഫൈനൽ ആയിട്ട് ഈ ഒരു വണ്ടി 2009 അല്ല പറഞ്ഞത്, മെയ് മാസം വരുന്നുണ്ട്. അത് നെക്സ്റ്റ് മന്ത് ആണല്ലേ? 2 മാസമുള്ള റിന്യൂവൽ വരുന്നുണ്ട്. അതടക്കമുള്ള പ്രൈസ്, അതായത് റിന്യൂവൽ ചെയ്യാനുള്ള പൈസ കണക്കിലെടുത്തുള്ള ഒരു നല്ലൊരു ഓഫർ പ്രൈസ് പറയാം. അതായത് ഇതിന്റെ റിന്യൂവലിന്റെ എമൗണ്ട് എനിക്ക് എത്ര വരാന്ന് അറിയില്ല. അതുകൊണ്ട് ഞാനൊരു പ്രൈസ് പറഞ്ഞിട്ട് ആ പ്രൈസിൽ റിന്യൂവലിന് അവർ എത്ര എമൗണ്ട് വരും എന്ന് പറയാം. എമൗണ്ട് ഞാൻ കുറച്ച് കൊടുക്കും. പോരെ? അതായത് നിങ്ങളിപ്പോ പറഞ്ഞ പ്രൈസ് അവർ റിന്യൂവലിൽ എത്ര ചാർജ് വരും എന്ന് പറയുമ്പോൾ ആ ചാർജ് ഞാൻ കുറച്ച് കൊടുക്കും. പോരെ? അതൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. 3,50,000 രൂപ കൊടുക്കാം. 3,50,000 ആണ് ഇനോവക്ക് ചോദിക്കുന്നത്. ടൈപ്പ് 4 ആക്കിയ വണ്ടി ഇനിയിപ്പോ റിന്യൂവലിന് ചിലപ്പോ 10,20,000 എക്സ്പെൻസ് വരാണെങ്കിൽ ആ 20,000 കുറച്ചിട്ട് കൊടുക്കും. നമ്മൾ കൊടുക്കും. 3,30. അതായത് എത്ര എമൗണ്ട് വരും ആ എമൗണ്ട് എത്രയാണോ റിന്യൂവലിന് എമൗണ്ട് വരുന്നത് അതും കൂടി കുറച്ചിട്ടാണെങ്കിൽ തരാൻ പോകുന്നത്. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന എർട്ടിഗ ആണ് വരുന്നത്. എർട്ടിഗ ഡീറ്റെയിൽസ് എങ്ങനെ? ഫുൾ ഓപ്ഷൻ ZDI പ്ലസ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വാഹനം. ഓക്കെ.
ഇത് വരുന്നത് 2016 ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ വരുന്നത് 1,12,000. റീപ്ലേസ്മെന്റ് അപാകത കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ പറഞ്ഞ മാറി 1,52,000 കിലോമീറ്റർ മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്. 1,50,000 സർവീസ് ചെയ്തിട്ടുണ്ട്. എല്ലാ കമ്പനിയിൽ നിന്ന് ചെയ്ത വണ്ടിയാണ്. പ്രൈസ് നമുക്ക് 6,50,000 ഫൈനൽ പ്രൈസ്. ഫൈനൽ പ്രൈസ് 2016 ZDI പ്ലസ് ബട്ടൺ സ്റ്റാർട്ട് ആണ് വാഹനം. 2016 എർട്ടിഗ ZDI പ്ലസ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി 6,50,000 രൂപയാണ് ചോദിക്കുന്നത്. ചോദിക്കല്ല, ഫൈനൽ പ്രൈസ്. അതിൽ റേറ്റിൽ കുറച്ചുകൂടി കിട്ടൂല. എന്തെങ്കിലും അപാകത കാര്യങ്ങളുള്ള വാഹനം കിട്ടുള്ളൂ. ഫുള്ള് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉള്ള വണ്ടിയാണ്. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. തീർച്ചയായിട്ടും മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് വാഗണർ ആണ് വരുന്നത്. വാഗണർ 2019 2020 രജിസ്ട്രേഷൻ വരുന്ന വാഹനം 1.2 ആണ്. 1.2 ഇപ്പൊ ഇറങ്ങുന്നത് ZXI ഇപ്പൊ ഇറങ്ങുന്നുള്ളൂ. DXI ഇറങ്ങുന്നില്ല. അതിന്റെ ഒരു മെറിറ്റും കൂടി ഈ വാഹനത്തിനുണ്ട്. 2019 2020 1.2 ZXI അല്ലേ? VXI ഇപ്പൊ 1.2 വരുന്നില്ല, 1 വരുന്നുള്ളൂ. ZXIക്ക് മാത്രമേ വരുന്നുള്ളൂ. ഇത് ഓണർഷിപ്പ് വരുന്നത്? ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വരുന്നത് വെറും 21,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കമ്പനിയിൽ നിന്ന് 2 ഡോർ മാറിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററിയിൽ 2 ഡോർ, ഗ്ലാസോ ഒന്നും മാറിയില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് 4,60,000 രൂപ കൊടുക്കാം. 4,60,000 കൊടുക്കാം. 2019 2020 രജിസ്ട്രേഷൻ വരുന്ന വാഗണർ നിങ്ങൾക്ക് തരാൻ പോകുന്ന 4,60,000 രൂപയ്ക്ക് മാക്സിമം ഫുൾ ഓൺ ചെയ്തും കൊടുക്കല്ലേ? ലോൺ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യണില്ല, സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. ഇതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒരു 800 ആണ് വരുന്നത്. 800 എങ്ങനെ ഡീറ്റെയിൽസ്? 800 ഇത് ശരിക്കും വിന്റേജ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയ വാഹനം. 1999 മോഡൽ വിന്റേജ് കാറ്റഗറിയിൽ വരുന്ന 800. പേപ്പർ ഉണ്ടോ? പേപ്പർ നിലവിൽ പേപ്പർ ഇല്ല. പേപ്പർ ഇല്ലാതെ ഈ ഒരു കണ്ടീഷനിൽ എത്ര? ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ അൾട്ടർ ചെയ്തിട്ട് മോഡിഫൈ ചെയ്തിട്ട് ചെക്കന്മാർക്ക് വണ്ടി വാഹനം ചിലപ്പോൾ ആവശ്യം വരും. ചെറിയ മോഡൽ തിരഞ്ഞെടുക്കുന്നുണ്ടാവും. അവർക്ക് നമുക്കത് 20,000 രൂപ കൊടുക്കാം. അതിനെന്താ പറയോ? ഞാൻ പൊളിച്ചാൻ കൊടുത്താൽ എനിക്ക് 20,000 കിട്ടും. AC വാഹനമാണ്. 1,000 രൂപ കുറച്ച് കൊടുക്കാം. 19,000 രൂപയ്ക്ക് ഒരു 800 നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയ വിന്റേജ് സ്റ്റൈൽ വണ്ടി. പേപ്പർ നിങ്ങൾ എടുക്കൽ നിങ്ങളെ ഉത്തരവാദിത്തമാണ്. ഇതേപോലെ തന്നെ 2 ഹോണ്ട സിറ്റി വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2016 റീ ആണോ കേരള? റീ രജിസ്ട്രേഷൻ വാഹനം. ടോപ്പ് എൻഡ് മോഡൽ 2016. അതെ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ടോപ്പ് എൻഡ് മോഡൽ. സൺറൂഫ് വരുന്നുണ്ട്, ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, അലോയ് വീൽ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. വേണ്ട ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2016 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ വരുന്നത് 78,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ഇവിടെ വന്നിട്ട് മാറിയതാണ്. ഫ്രണ്ട് ഗ്ലാസ് നാട്ടിൽ വന്നിട്ട് മാറിയത്. KL 10 BJ 364. പ്രൈസ് നമുക്കിത് 6,00,000 രൂപ റൗണ്ട് ആക്കി കിട്ടണമെങ്കിൽ 2016 ഹോണ്ട സിറ്റി നിങ്ങൾക്ക് ഫുൾ ഓപ്ഷൻ തരാൻ പോകുന്നത് 6,00,000 രൂപ. അതെ, മാക്സിമം ലോൺ സൺറൂഫോട് കൂടിയിട്ട്. ഡീസൽ വാഹനം, മേലെ മൈലേജും കിട്ടും. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഹോണ്ട സിറ്റി വരുന്നുണ്ട്. അതെ, ഏതാ മോഡൽ വരുന്നത്? ഇത് 2014. അതെ. ഓണർഷിപ്പ് ഇത് തേർഡ്. കിലോമീറ്റർ 1,16,000. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് വരുന്നത് ടോപ്പ് എൻഡിന് തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഇത് DL രജിസ്ട്രേഷനിലാണ് ഇപ്പൊ നിലവിലുള്ളത്. കേരളയിലേക്ക് മാറണം. അത് അവർക്ക് വേണമെങ്കിൽ അവർക്ക് മാറാം, നമ്മൾ വേണമെങ്കിൽ മാറി കൊടുക്കും. മാറിയിട്ട് വരുന്ന റേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ 27,000 രൂപ അവർക്ക് കൂടുതൽ വരും. അപ്പൊ ഞാൻ മാറാത്ത റേറ്റ് പറയാം. 3,60,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ NOC നമ്മൾ കൊടുക്കും. പിന്നെ ടാക്സിന്റെ എമൗണ്ട് അവർക്ക് വരും. 3,60,000 രൂപയ്ക്ക് 2014 മോഡല് ഹോണ്ട സിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം. 3,60,000 ഡീസൽ വാഹനം. ലോൺ കയറും. നമ്പറായാൽ ലോണും കയറും. നമ്പർ ആക്കിയിട്ടുള്ള പ്രൈസ് വേറെ തന്നെ ഒരു പ്രൈസ് ആയിരിക്കുമല്ലോ വരാം. അപ്പൊ നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? സ്പോട്ട് വരുന്നത് ആനക്കയം എന്ന സ്ഥലത്താണ്. മലപ്പുറം ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ 7 കിലോമീറ്ററും മഞ്ചേരി ടൗണിൽ നിന്ന് വരികയാണെങ്കിൽ 3 കിലോമീറ്ററും. മഞ്ചേരിയുടെയും മലപ്പുറത്തിന്റെയും സെൻട്രലായിട്ട് വരും. ആനക്കയത്താണ് ഉള്ളത്. നിയോ ഡ്രൈവിലാണുള്ളത്. അപ്പൊ നമ്പറും കാര്യങ്ങളും അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള എന്താ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മുക്താർബായിന്റെ വീഡിയോ ചിലപ്പോൾ അവർ കാണുക. വിദേശത്ത് കാര്യങ്ങളായിരിക്കും. അപ്പൊ ചിലപ്പോൾ വാഹനമൊക്കെ വിറ്റ് പോയിട്ടുണ്ടാവും. പക്ഷെ അവർ ടെൻഷൻ അടിക്കണ്ട. നിയോ ഡ്രൈവ് പ്രിയോൺസ് കാർസ് യൂസ്ഡ് കാർസ് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി റീൽസ് ഇടും. നമ്മുടെ അടുത്ത് വരുന്ന ഓഫർ വാഹനങ്ങളെല്ലാം നമ്മൾ റീൽസ് ഇടും. അപ്പൊ നിയോ ഡ്രൈവ് യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് അവർ ഫോളോ ചെയ്ത് അവർക്ക് അപ്ഡേറ്റ് അപ്പം കിട്ടും.
അപ്പോൾ എന്തായാലും നിയോസിന്റെ നമ്പറും കാര്യങ്ങളും ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് റിയാസ് ഭായിന്റെ. അപ്പോൾ വേഗം വിളിച്ചോളി, ഓഫർ തീരുന്ന മുന്നേ വേഗം വിളിച്ചാൽ ഇമാതിരി വണ്ടി ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകാം.